ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന എനർജി റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക്. തട്ടിക്കൂട്ടിയെടുത്ത ഈ ഒരു സാധനം കൊണ്ട് എനർജി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണെന്ന് ഇതൊന്നും കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നെഗറ്റീവാണ് നിൽക്കുന്നത്. താങ്കളെ എക്യുപ്മെന്റ് എടുത്ത് എനിക്ക് നേരെ നീട്ടിയിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് ഒരു നോട്ടുന്നു. ഞാനൊന്ന് നോക്കുന്നു, മാക്സിമം പിടിച്ചു നിൽക്കാം. വേണിച്ചേട്ടാ, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നൊരു കാര്യമാണ്, എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ തെളിയിക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന വാദമോഹങ്ങൾ സത്യമാണെന്ന്? എല്ലാവരും പറയാറുണ്ട്, ആത്മാവിനെ എനിക്ക് കാണിച്ചു തരാമോ? പക്ഷെ ഞാൻ മറ്റൊരാൾക്ക് ആത്മാവിനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എനിക്കത് കഴിയില്ല. എനിക്ക് കാണാവുന്നത് ഞാനാണ് കാണുന്നത്. എനിക്ക് മറ്റൊരാളെ ഞാൻ കാണുന്ന സമയത്ത് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾ കാണില്ല. കാണാത്ത കാലം വരെ ഞാനൊരു ഭ്രാന്തനായിട്ടിരിക്കും അവരുടെ മുന്നിൽ. എൻ്റെ സത്യം എനിക്കുള്ളതാണ്, ഞാൻ കാണുന്നത്. പിന്നെ അയാൾക്ക് നാളെ ഒരു സമയത്ത് ഒരു അനുഭവം വരുമ്പോൾ മാത്രമേ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം തന്നെ മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. വെല്ലുവിളിക്കുന്നവർക്ക് മുന്നിൽ തെളിയിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വെല്ലുവിളിക്കാൻ തെളിയിപ്പിക്കുന്നത് മണ്ടന്മാരാണ്. അവരെ വെല്ലുവിളിക്ക് നമ്മൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അതല്ല. ഇതൊരു അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ ശക്തികളെയും എല്ലാ എനർജികളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? പ്രപഞ്ചം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്ത് നടക്കണം എന്നുള്ളത്. ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ആ പോയിന്റിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന പല ആൾക്കാരും പറയുന്നത്. ഈശ്വരൻ സത്യമാണോ? ഈശ്വരൻ ഒരു എനർജി ഉണ്ടല്ലോ. ഞാൻ കാണുന്ന ഈശ്വരനല്ല നിങ്ങൾ കാണുന്നത്. ഇവിടെ എത്രയോ മതങ്ങളുണ്ട് അല്ലേ? ഓരോ മത ആചാര പ്രകാരത്തിലും ഓരോ രീതിയിലാണ് ഈശ്വരനെ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ പല ഭാഷകളുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ഭാഷാ വ്യത്യാസമുള്ളത് ഭാരതത്തിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വെള്ളത്തിന് എന്താണ് പറയുന്നത്? തണ്ണി. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? പാനി. കർണാടകയിൽ നീര്. തെലുങ്കിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷിൽ വാട്ടർ. മറ്റ് ഭാഷകളിൽ പല രീതിയിലുമായിരിക്കാം. വെള്ളം അല്ലാതെ വരില്ലല്ലോ അല്ലേ? വെള്ളത്തിനെ നമ്മൾ ഈശ്വരനായി കാണുക. പക്ഷെ അതെടുക്കുന്ന പാത്രം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാത്രമാണ് അവർ ആ വെള്ളം എടുക്കുന്നത്. റൗണ്ട് പാത്രത്തിലായിരിക്കാം, സ്ക്വയർ പാത്രത്തിലായിരിക്കാം, ചിലപ്പോൾ പട്ടം എന്നുള്ള ത്രികോണത്തിലായിരിക്കാം. അത് ഏത് ആകൃതിയിലിരിക്കുന്നോ ആ ആകൃതിയായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും എടുക്കുന്ന രീതി അറിഞ്ഞിരിക്കുന്ന ആ ഒരു രീതിക്കനുസരിച്ചാണ് അതെല്ലാം മാറുന്നത്. ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്ന് നമുക്കതിനെ സിമ്പിളായിട്ട് തരംതിരിക്കാം. ഈ പോസിറ്റീവ് എനർജി ഏതാണ്, നെഗറ്റീവ് എനർജി ഏതാണ്? ഇപ്പോൾ പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ഉണ്ടാവുന്നതാണ്. പോസിറ്റീവ് മാറി നെഗറ്റീവ് ആവുന്നതാണ്? അല്ല, പോസിറ്റീവ് ഉണ്ടാവുന്ന സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ടാവുന്നതാണ്. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭരണപക്ഷവും പ്രതിപക്ഷവും വേണം. അപ്പോൾ എങ്കിലേ ഭരണപക്ഷത്തെ തിരിച്ചറിയാനും പ്രതിപക്ഷത്തെ തിരിച്ചറിയാനും പറ്റുകയുള്ളൂ. നല്ലതും ചീത്ത തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഒരു മനസ്സിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റി എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിക്കനുസരിച്ചാണ്, അവരുടെ പ്രവൃത്തി സ്വഭാവ രീതി അനുസരിച്ചാണ് ഈ നെഗറ്റിവിറ്റി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ആംഗിളിൽ ജീവിക്കുന്ന ഒരു ആൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണമെന്നൊരു തോന്നൽ ഉണ്ടാകും. ആ ഒരു ഫീൽ എപ്പോഴും ആയിരുന്നാലും ഉണ്ടാകും. ചില എക്യുപ്മെൻറ്റുകൾ ഉണ്ടാവില്ല, ഉപകരണങ്ങൾ, അതായത് ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ഒക്കെ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഈ എനർജി കണ്ടെത്താൻ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കും? ഞാൻ എനർജി കണ്ടെത്തുന്നത് ഈ ഡൗസർ റാഡെന്ന് പറഞ്ഞൊരു സാധനമാണ്. പെൻറ്റിൽ ഉപയോഗിക്കാറുണ്ട്. ഡൗസർ റാഡെന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അത് പിന്നീട് യൂട്യൂബിലൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ധാരാളം ഉണ്ട്. അതുപോലെ അത് വാങ്ങാനും ഭയങ്കര വിലയൊക്കെയാണ്. പക്ഷേ ഞാനൊരു നിസ്സാര കാര്യം വെച്ച് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2 കമ്പി ആയിരുന്നാലും മതി. പിന്നെ ഞാനിത്തിരി ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി പാടുപെട്ട് ചില എക്യുപ്മെൻറ്റുകൾ വാങ്ങിച്ച് കൂട്ടിച്ചേർത്തുണ്ടാക്കിയൊരു സാധനമാണ്. അത് ഞാൻ കാണിക്കാം.
അപ്പോൾ ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന എനർജി റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക്. അതിന് ഡൗസർ റാഡെന്ന് പറയും. എൻ്റെ കയ്യിൽ തരാൻ പറ്റുമോ? അതിനിപ്പോൾ എന്ത്, ഇത് മറ്റേ കാറിനൊക്കെ വെക്കുന്ന ആൻറ്റിനയല്ലേ? ആൻറ്റിനയാണ് അത്. മറ്റ് ചില സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നെട്ട് ബോൾട്ടും പോലെയുള്ള സാധനം, ബ്രാസിൻ്റെ സാധനം, ഒരു സ്റ്റീൽ പൈപ്പ് തട്ടിക്കൂട്ടിയെടുത്ത ഈ ഒരു സാധനം കൊണ്ട് എനർജി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനർജി കണ്ടുപിടിക്കാം. കാരണം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, പണ്ട് കാലത്ത് ഈ വെള്ളം കണ്ടുപിടിക്കാൻ വേണ്ടി കണക്കുള്ള ഒരു ചില്ലയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് എനർജി കണ്ടുപിടിക്കാം. പിന്നെ ഇതൊരു രസത്തിന് വേണ്ടി കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അതിനുവേണ്ടി ഇതിൽ മെറ്റലിൽ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ഈ കറക്കുന്നത് സാധാരണ സ്വാഭാവികമായിട്ട് നിങ്ങൾ കറക്കാതെ ഇരുന്നത് കറങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു എനർജി പോയിന്റ് ഉള്ളത് കൊണ്ടാണ് മൂവ് ചെയ്യണമെന്നുള്ളത്. അല്ല, കറക്കിയാൽ ഏത് എനർജി ഉള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒരുപോലെ കറങ്ങും. ഇപ്പം ഞാൻ കറക്കുന്നില്ല, നേരത്തെ ഞാൻ കറക്കിയതാണ്. അങ്ങനെയല്ല കറങ്ങുന്നത്, അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പോൾ ഒരാൾ സാധാരണ പിടിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ എങ്ങാണ്ടില്ലാതെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരാളുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ ഒരു എനർജിയെ നമുക്ക് പരിശോധിക്കാം. സാധാരണ മരിച്ചുപോയ ആൾക്കാരുടെ എനർജിയാണ് നമ്മൾ ഇത് വെച്ച് നോക്കുന്നത്, അവരുടെ എനർജി എവിടെയാണുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ഈ കയ്യിലൊന്ന് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കുറച്ച് നേരം പിടിക്കണം. കുറച്ച് നേരം പിടിച്ചേ. ശരി. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു, എങ്ങോട്ടെങ്കിലും ഒന്ന് നീക്കി നോക്കിയേ, വളരെ സ്ലോവിലൊന്ന് നീക്കി നോക്കിയേ. ഇടത്തെ കൈ കാണിച്ചാലോ? ഇടത്തെ കൈ കാണിച്ചാൽ ചിലപ്പോൾ മൂവിങ് ആയെന്ന് വരാം, കാരണം ആ കൈ കൊണ്ടാണ് നമ്മളിത് ടച്ച് ചെയ്തിരിക്കുന്നത്. ആവുന്നുണ്ട്. നിങ്ങളുടെ ഫുള്ളായിട്ടുള്ളൊരു എനർജി ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിനകത്തൊരു മോട്ടറില്ല, ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു സാധനമില്ല. ഒന്ന് നോക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഞാനിതിനെ സ്റ്റഡി ചെയ്യാൻ നിർത്തുകയാണ്, ഞാൻ വിചാരിച്ചാൽ പറ്റുമോ? ആ ഒരു എനർജി പവർ ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ മൈൻഡ് പവർ ഉള്ളതാണെങ്കിൽ നിർത്താൻ പറ്റും. ചേട്ടൻ്റെ കൈ മൂവ് ചെയ്യുമോ? എൻ്റെ കൈക്കാ? ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് മൂവ് ചെയ്യാം. നിങ്ങളുടെ ഇല്ല, വരുന്നില്ല. നിങ്ങളുടെക്ക് അത് ക്യാച്ച് ചെയ്യാനുള്ളൊരു എനർജി വളരെ ലോ ആണ്. എനർജി ഇല്ലാത്ത ആളാണ് ഞാൻ. എനർജി ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് കൺട്രോൾ പരിധിയിൽ വരുത്താനുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. അതായത് ഒരു പക്ഷേ മെഡിറ്റേഷൻ്റെ കുറവായിരിക്കാം. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുക? മെഡിറ്റേഷൻ സാധാരണ ഒരു മെഡിറ്റേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഏകാഗ്രതമായി ഇരിക്കുക, നമ്മുടെ എനർജിയെ ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു എനർജിയെ കണ്ടെത്താൻ പറ്റും. സ്വാഭാവികമായും ഒരു എനർജി എല്ലായിടത്തും ഉണ്ടാകാം. ഇപ്പോൾ ഈ റൂമിനകത്താണെങ്കിൽ നമുക്ക് പലയിടങ്ങളിലും പല എനർജിയാണുള്ളത്. അതാണ് ചില ആൾക്കാർക്ക് ഒരു റൂമിനകത്ത് ഒരു ഏരിയയിൽ കട്ടിലിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരില്ല, ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അതൊന്ന് മാറ്റി തിരിച്ചിടുന്ന സമയത്ത് അവർക്കത് പഠിക്കാനും ഉറങ്ങാനും ഒക്കെ ഉള്ള അവസ്ഥയുണ്ടാകും. അത് അവിടുത്തെ എനർജി വിശേഷമാണ് ആ റൂമിൽ. ഇതിങ്ങനെ കറങ്ങൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുക? ഇത് വെറുതെ കറങ്ങുകയല്ല, ഇതിന് നമ്മളൊരു പ്രത്യേക ചാർട്ട് ഇതിന് എഴുതി വയ്ക്കും സാധാരണ, ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ. എനിക്കതറിയാം, മറ്റൊരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചാർട്ട് എഴുതി വയ്ക്കും. ചാർട്ട് എന്ന് വെച്ചാൽ യെസ് നോ ഉത്തരം കിട്ടത്തക്ക രീതിയിൽ. അപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓജോ ബോർഡ് യെസ് ആണെങ്കിൽ അത് എസ്സിലേക്ക് പോകും, നോയാണെങ്കിൽ നോയിലേക്ക് പോകും. ആ രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ല, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് എനർജി ആണോ പോസിറ്റീവ് എനർജി ആണോ? അതായത് പോസിറ്റീവ് എനർജി ആണെങ്കിൽ നമുക്ക് ക്ലോക്ക് ബേസ് ആണ് മൂവ് ചെയ്യുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് ബേസ് അല്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിംഗിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഡബിളാണ്, ഇതിൻ്റെ ജോഡിയുണ്ട്. ഈ ജോഡി പിടിക്കുന്ന സമയത്ത് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ് ഇങ്ങനെ പ്ലസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്, മൈനസ് വന്നാൽ നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് ഇത് ഈ രീതിയിൽ നിൽക്കും.
എൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണെന്ന് ഇതുകൊണ്ട് കണ്ടെത്താൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏതാ നെഗറ്റീവാണോ പോസിറ്റീവാണോ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യണം. അതാ ഇപ്പോൾ നെഗറ്റീവാണ് നിൽക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ളത് നെഗറ്റീവ് എനർജിയാണെന്നോ? നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ക്ഷീണക്കുറവ് വന്നിരുന്നാൽ അത് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഓടി കിതച്ച് വന്ന ഒരു വ്യക്തിക്ക് ടയേർഡായിരിക്കില്ലേ, ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതൊരു ഫലമില്ലാത്ത അവസ്ഥയിലേക്ക് വരും, പൊളിഞ്ഞു പോകും. അപൂർവമാണ് അത് നന്നായി വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി മനസ്സൊക്കെ ഒന്ന് ക്ലിയറായി കാമാക്കി വയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിരിക്കും. ആ സമയം അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ നെഗറ്റീവ് വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാൻ എന്താണ് പരിഹാരം? അത് എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് വരാൻ കാരണം എന്നുള്ളത്, നമ്മൾ ഏത് രീതിയിലുള്ള നെഗറ്റീവാണ് നമ്മളിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു ചിന്താഗതിയുടെയും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ വർക്കിൻ്റെയും ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം നമുക്ക് ആ ഒരു നെഗറ്റീവ്സ് അലച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ക്ഷീണം. അല്ലാതെ ഈ സോളിന്റെ പ്രസൻസ് അങ്ങനെ സോളിൻ്റെ പ്രസൻസ് അങ്ങനെ നിങ്ങളിലില്ല. എന്തായിരുന്നാലും ഒരു സോള് പ്രവേശിക്കുന്ന ഒരാൾ സാധാരണ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കില്ല, അതാണ് സത്യം. നമ്മളെ കണ്ണിലൊന്നും നോക്കി സംസാരിക്കില്ല അവർ. താങ്കളുടെ കണ്ണുകൾ എന്താ ഞാൻ ചുവന്ന് നടക്കുന്നത്? അത് ചിലപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു ഇല്ല, ഞാൻ ഇന്റർവ്യൂ തുടങ്ങിയ മുതൽ ചോദിക്കണോ വേണ്ടോ കുറേ വട്ടം ഞാൻ ആലോചിച്ചു ഈ ചോദ്യം ചോദിക്കണോ വേണ്ടോ. അതെന്താ അറിയില്ല, എൻ്റെ നാച്ചുറലായിരിക്കും അത്. ഞാൻ കുറേ നേരം ആ കണ്ണിലേക്ക് കുറേ നേരം ഒരു ചോദ്യത്തിൻ്റെ ഇടയിൽ നോക്കി. എനിക്ക് ചോദിക്കാൻ എൻ്റെ മനസ്സിൽ പലവട്ടവും എംപിയതാ ഞാൻ വേണ്ടെന്ന്. അല്ല, ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ കണ്ണിന് ഭയങ്കര പവറാണ് എന്ന്. എനിക്ക് തോന്നിയിട്ടില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കതത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചില ആളുകളുടെ ചിത്രങ്ങളിലെ കണ്ണുകളിൽ പോലും നോക്കിയിരിക്കാൻ പാടാം. ഞാൻ കുറച്ച് നേരം താങ്കളുടെ കണ്ണുകൾ നോക്കി, ഞാൻ പിന്നെ നോട്ടം പതുക്കെ മൂക്കിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരെങ്കിലും ചില ആൾക്കാർ നമ്മളിങ്ങനെ നോക്കിയിരുന്നാലും പറയും ചെറിയണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് പിന്നെ കഴിയുന്നത് അങ്ങനെ മുഖത്ത് നോക്കാം. ഈ താങ്കളെ എക്യുപ്മെൻ്റ് എടുത്ത് എനിക്ക് നേരെ നീട്ടിയിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് ഒരു നോട്ടം നോക്കി. ഞാൻ ഒന്ന് നോക്കി, ഒന്ന് മാക്സിമം പിടിച്ച് നിൽക്കാൻ, അതിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷേ കയ്യിൽ പോയി എൻ്റെ. എനിക്കറിയില്ല, നിങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്. ഏതൊരു കാര്യവും വിശ്വസിക്കണമോ അവിശ്വസിക്കണമോ എന്നത് ഓരോരുത്തരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ അവരവർ തീരുമാനിക്കുന്നതാണ്. എന്തായാലും വേണുചേട്ടൻ ഇത് നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അനുഭവസ്ഥരായ ഒരുപാട് പേർ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങൾ പറയുന്നു, വിമർശിക്കാൻ വേണ്ടി പറയുന്നു. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അവിശ്വസിക്കുന്നവർ അവിശ്വസിക്കട്ടെ, അവരവരുടെ വാചകങ്ങൾ തുടരട്ടെ. എന്തായാലും താങ്കളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോന്നും ഈ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നത്. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ പറയാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഇദ്ദേഹം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പക്ഷേ പൊതുജനമധ്യത്തിലേക്ക് വെക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാകാം. എന്തായാലും നന്ദി. വീണ്ടും ഒരു അധ്യായത്തിലൂടെ വീണ്ടും കാണാം.